എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ മസാല ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിയ. അപ്പോൾ സിമ്പിളായിട്ട് ഒരു മസാല ദോശയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാവേ. പൊട്ടറ്റോസും ക്യാരറ്റ്സും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, ലേശം ഉപ്പിട്ടിട്ട്. സവാള സ്ലൈസ് ചെയ്തത്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഇഞ്ചി, സ്ലിറ്റ് ചെയ്ത പച്ചമുളക്, കറിവേപ്പില, കടുക്, മഞ്ഞൾപ്പൊടി. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതൊരു 3 ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഉപ്പിട്ട് വേവിച്ചതാണ്. ഇത് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. അങ്ങനെ പേസ്റ്റ് പോലൊന്നും ആവണ്ട. ക്യാരറ്റ് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതേ ഇതിലേക്ക് ബീറ്റ്റൂട്ടും കൂടെ ഒക്കെ ഇട്ടാൽ കോഫിയോ സ്റ്റൈല് മസാല ദോശ ആയി കിട്ടും. ഇപ്പോൾ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലൊക്കെ ഇരിക്കണം. അങ്ങനെ ഓവറായിട്ട് പേസ്റ്റ് ഒന്നും ഇപ്പോലെ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ആയിട്ട് എടുക്കുന്നത് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 4 സവാള ഉണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, കറിവേപ്പില, ഒരു 3-4 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സോഫ്റ്റായി വരട്ടെ. ബ്രൗൺ ഒന്നും ആവണ്ട, നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വരണം. ഒരു പിങ്കിഷ് കളറാവും. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവൊക്കെ മതി കേട്ടോ. ഒരു പിങ്കിഷ് കളറിലൊക്കെ ഇരിക്കണം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവേ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് പെപ്പറും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഇൻഗ്രീഡിയൻസ് പറയാൻ ഞാൻ മറന്നു പോയായിരുന്നേ. ശകലം മതി. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, വെന്തിട്ടും ഉണ്ട്. ഇത് ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലേ. നമുക്ക് നടുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരണം. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ.